നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ പോവാണ് കേട്ടോ. എവിടെ പോകുന്നത് പറയൂ? സർപ്രൈസ്. നമ്മളൊരു സ്ഥലത്ത് പോവാം, അവിടെ പോയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി കേട്ടോ. എവിടാ സ്ഥലം എന്നറിയോ? ഇത് നമ്മുടെ ആശ്രാമ മൈതാനമല്ലേ, ആശ്രമ മൈതാനത്ത് അടുത്തുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരു കൾച്ചറൽ കോംപ്ലക്സിൻ്റെ ആ ഒരു ബിൽഡിങ്ങില്ലേ, ആ ഒരു സ്ഥലത്താണ് കേട്ടോ ഈ സംഭവം നടക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാണ്ടെ നിങ്ങൾ കാണുന്നത് തന്നെ മാമ്പഴക്കാലം കേട്ടോ. മാമ്പഴക്കാലം ഫെസ്റ്റ് 2024 ആണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കയറാം. ഒരാൾക്ക് ടിക്കറ്റ് 50 രൂപ. അങ്ങനെ നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ ദാണ്ടെ നല്ല മനോഹരമായിട്ട് അവർ ഒഴുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് ഒരു 3 മണി ഒക്കെ ആയപ്പം 4 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ ചെന്നു. ഇത് ജൂൺ 27-നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇനി ജൂലൈ 7 വരെയാണ് ഉള്ളത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ലേറ്റായി. ഞങ്ങൾ അറിഞ്ഞത് ലേറ്റായിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും അറിഞ്ഞപ്പോൾ ജസ്റ്റ് അത് അവിടെ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് അകത്തേക്ക് കയറി എല്ലാം കാണാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ ഇത് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സൗണ്ട് എന്ന് പറയുന്നത് നമ്മളിനി കാണാൻ പോകുന്ന കുറേ പക്ഷികളുടെ കരച്ചിലൊക്കെയായിരുന്നു കേട്ടോ. കഴുത്തിലിട്ടാണെങ്കിൽ വീഡിയോ എടുക്കാം. നമ്മളിപ്പോൾ കാണുന്നതാണ് കേട്ടോ ഭയങ്കര അതിശയമായിട്ട് തോന്നിയത്. ഇതൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് ഞാൻ. ഈ പാമ്പിനെ എടുത്തിങ്ങനെ കണ്ടേ, അയാൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള പാമ്പാന്ന് തോന്നുന്നു. ഇത് ഓരോരുത്തരുടെ കഴുത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടൊക്കെ കൊടുക്കും. അപ്പം ഇത് ഭയങ്കര, അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല അതിശയം തോന്നി കേട്ടോ. അതിന് പ്രത്യേകിച്ച് ചാർജ് എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ടിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് ആ ടി വിയിലൂടെ ഇങ്ങനെ കാണിക്കും കേട്ടോ. പിന്നെ അവിടെ ഉണ്ടായിരുന്നതാണ്ടേ ഈ ഒരു ബേർഡ് ഉണ്ടല്ലോ, അതിനെയും നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ വെച്ച്, മറ്റേ പഞ്ചവർണ്ണ തത്തയില്ലേ അതുപോലെ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ തലയിലും തോളത്തൊക്കെ എടുത്ത് വെച്ച് തരുമായിരുന്നു. ഞങ്ങൾ വെച്ചില്ല. പിന്നെ ഉണ്ടായിരുന്നത് പലതരം ബേർഡ്സാണ് കേട്ടോ. ഓരോ കൂട്ടിലായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഷാർക്കാണ്, ടൈഗർ ഷാർക്ക്. പാല് പോലെ കിടക്കുന്നുണ്ടായിരുന്നു. ടെട്ര അയ്യോടാ കഷ്ടം. വീട്ടിലൊരു മുയലിനെ വളർത്തേ. പൂച്ചകളെല്ലാം ഭയങ്കര ബിസിയായിരുന്നു ഗൈസ്, ഭയങ്കര ഉറക്കത്തിലായിരുന്നു അവർ. പിന്നെ ആകെ ഉണ്ടായിരുന്നത് നമ്മുടെ എലിക്കുട്ടന്മാരായിരുന്നു. അവർ നല്ല ആക്റ്റീവായിരുന്നു. കുറേ എലികളുണ്ടായിരുന്നു.
അങ്ങനെ ബേഡ്സിൻ്റെയൊക്കെ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇനി സാധാരണ ഉണ്ടായിരിക്കുന്ന കുറേ കച്ചവടങ്ങളുണ്ടല്ലോ, അതിവിടെ ഉണ്ടായിരുന്നു. എല്ലാം കണ്ടു കഴിഞ്ഞു. പക്ഷേ മാമ്പഴ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാമ്പഴം കണ്ടില്ല. അത് ലാസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാം കറങ്ങി തിരിഞ്ഞ് ഇറങ്ങിയിട്ടാണ് മാമ്പഴം കണ്ടത് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബില്ലെടുത്ത് നമ്മൾ കഴിക്കുക, ഫ്രീ ആയിട്ടല്ല. അപ്പോൾ നമ്മൾ ഒരു കപ്പയും മീൻകറിയും പറഞ്ഞു. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സെറ്റ് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ കൂടെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.